ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു കുഞ്ഞീസ് ക്ലാസ്. നമുക്കിന്ന് 7th സ്റ്റാൻഡേർഡ് സയൻസിൻ്റെ 5th ചാപ്റ്റർ ആസിഡ്സ്, ബേസസ് ആൻഡ് സോൾട്സ് എന്ന് പറയുന്ന ചാപ്റ്റർ നോക്കാം. അപ്പോൾ അതിന് മുന്നേയായിട്ട് എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. പിന്നെ ഈ ചാപ്റ്ററിൻ്റെ അതുപോലെ തന്നെ ഇതിന് മുന്നേ ഉള്ള ചാപ്റ്റേഴ്സിൻ്റെ ഒക്കെ എക്സസൈസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സിനും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആൻസേഴ്സിനുമായിട്ട് എക്സാം ടോപ്പേഴ്സ് എന്ന് പറയുന്ന ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസൊക്കെ കാണുക. അപ്പം നമ്മുടെ സയൻസ് ക്ലാസ് തുടങ്ങുകയാണ്. ചാപ്റ്റർ 5 മുതലാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത്. അപ്പം കുറേ പേര് എനിക്ക് കമൻറ്റ് ബോക്സിലൊക്കെ കമൻ്റ് ഇടുമായിരുന്നു, സയൻസിൻ്റെയും കൂടെ ക്ലാസ് എടുക്കാവോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട്. അപ്പോഴൊന്നും എനിക്ക് ടൈം കിട്ടിയിട്ടില്ല, കാരണം നമ്മൾ സോഷ്യൽ സയൻസും ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ എക്സാം ടോപ്പേഴ്സിലും ഒരുപാട് വീഡിയോസൊക്കെ ഇടാനുണ്ടായിരുന്നു. അതായിരുന്നു ഞാൻ ഇത്രയും നാൾ എടുക്കാഞ്ഞേ. എങ്കിൽ പോലും ഇപ്പോൾ ഒരു ഏകദേശം അതൊക്കെ ഒന്ന് സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സമയമൊക്കെ ഉണ്ട്. ഇപ്പം സയൻസിൻ്റെ ചാപ്റ്റേഴ്സ് കൂടി അപ്ലോഡ് ചെയ്യാവോ എന്ന് ചോദിക്കുന്നവരോട് ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, ഏത് ചാപ്റ്ററാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് പറയാം. അപ്പോൾ അതനുസരിച്ച് ഇട്ട് തരാം. കാരണം നിങ്ങളുടെ സ്കൂളിലൊക്കെ ഒരുപാട് ചാപ്റ്റേഴ്സ് കവർ ചെയ്ത് കാണുമല്ലോ. അപ്പോൾ ഏത് ചാപ്റ്ററാണെന്ന് എനിക്ക് അറിയാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിക്കുന്നത്. അപ്പോൾ ഒരു കുട്ടി പറഞ്ഞാണ് 5th ചാപ്റ്റർ ഇടുക, പിന്നെ വേറൊരു കുട്ടി ചാപ്റ്റർ 8 ഇടുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്തായാലും ഈ 2 ചാപ്റ്റേഴ്സ് ഞാൻ ഉടൻ തന്നെ ഇടുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്കും വേറെ ഏതെങ്കിലും ചാപ്റ്റേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും ചാപ്റ്റേഴ്സിൻ്റെ ക്ലാസ് ഞാൻ എടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതും ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇടുക. അപ്പം ആ ചാപ്റ്റേഴ്സിൻ്റെ ക്ലാസ്സും ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ചാപ്റ്ററിലേക്ക് പോകാം. ചാപ്റ്റർ 5 ആസിഡ്സ്, ബേസസ് ആൻഡ് സോൾട്സ്. We use in our daily life a large number of substances such as lemon, tamarind, common salt, sugar and vinegar. Do they have the same taste? Let us recall taste of some edible substances listed in table 5.1. If you have not tasted any of these substances, taste it now and enter the result in table 5.1. അപ്പോൾ നമ്മുടെ ഡെയിലി ലൈഫിൽ ഒരുപാട് സാധനങ്ങൾ യൂസ് ചെയ്യാറുണ്ടല്ലേ. ഇവർ ഈ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ലെമണും ടാമറിൻറ്റും കോമൺ സോൾട്ടും ഷുഗറും വിനിഗറും ഒക്കെ. എന്താണ് ടാമറിൻ്റെ? പുളി അല്ലേ. അപ്പോൾ ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ ഇതിൻ്റെയൊക്കെ ടേസ്റ്റ് വളരെ ഡിഫറെൻ്റ് ആണല്ലേ. അപ്പം ഇവിടെ കുറച്ച് സാധനങ്ങളുടെ പേര് തന്നിട്ടുണ്ട് ഈ ടേബിൾ 5.1. അപ്പം അതിൻ്റെയൊക്കെ ടേസ്റ്റ് എന്താണെന്നുള്ളത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾ ഈ സാധനങ്ങളൊന്നും ടേസ്റ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വേണം ഈ ടേബിൾ ഫില്ല് ചെയ്യാനായിട്ട്. അപ്പം നമുക്ക് ഈ ടേബിൾ ഒന്ന് ഫില്ല് ചെയ്യാം. ഫസ്റ്റ് വൺ, ലെമൺ ജ്യൂസ്. ലെമൺ ജ്യൂസിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണ്? ഒരു പുളിയാണല്ലേ അതിൻ്റെ ടേസ്റ്റ്. അപ്പം സോർ ടേസ്റ്റ് ആണ് അതിനുള്ളത്. ഓറഞ്ച് ജ്യൂസിന് ഒരു സോർ ടേസ്റ്റ് ആണ്, എങ്കിൽ പോലും നമ്മൾ പഞ്ചസാരയൊക്കെ കൂടുതൽ ആഡ് ചെയ്ത് അതിന് ഇച്ചിരി സ്വീറ്റ് ടേസ്റ്റ് കൂടെ ആക്കും. പക്ഷേ അതിൻ്റെ ടേസ്റ്റും സോറ് തന്നെയാണ്. അതുപോലെ വിനീഗർ സോറാണ്, കേർഡ് സോർ, ടാമറിൻഡ് സോർ, ഷുഗറിനൊരു സ്വീറ്റ് ടേസ്റ്റ് ആണല്ലേ. കോമൺ സോൾട്ടാണ് അതിൻ്റെ ടേസ്റ്റ്. അംല സോർ ടേസ്റ്റ്. ബേക്കിംഗ് സോഡ ബിറ്റർ ടേസ്റ്റ്, കയ്പ്പാണ് അതിന്. ഓക്കെ, ഗ്രേപ്സിന് സോർ ടേസ്റ്റ് ആണ്. അൺറൈപ്പ് മാംഗോയ്ക്ക് സോർ ടേസ്റ്റ് ആണ്. കുക്കുംബറിനൊരു സ്ലൈറ്റ് ബിറ്റർ ടേസ്റ്റ് ആണുള്ളത്. ഓക്കെ, അപ്പം സോർ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ പുളി ഇല്ലേ, ആ ഒരു ടേസ്റ്റ് വരുന്നത്. ബിറ്റർ എന്ന് പറഞ്ഞാൽ കയ്പ്പ്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഇത് ചെയ്യാവുന്നേ ഉള്ളൂ, എങ്കിൽ പോലും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി ഇത് ആർക്കും മീൻസ് ഈ സാധനങ്ങളൊന്നും അറിയത്തില്ല എന്നുണ്ടെങ്കിൽ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ തന്നെ ഫില്ല് ചെയ്യാനായിട്ട് നോക്കണം. ഓക്കെ, യു ഫൈൻഡ് ദാറ്റ് സം ഓഫ് ദി സബ്സ്റ്റൻസസ് ടേസ്റ്റ് സോർ, സം ടേസ്റ്റ് ബിറ്റർ, സം ടേസ്റ്റ് സ്വീറ്റ് ആൻഡ് സം ടേസ്റ്റ് സോൾട്ടി. നമ്മളിപ്പം ടേബിൾ ഫില്ല് ചെയ്ത പോലെ തന്നെ സോറും ബിറ്ററും സ്വീറ്റും സോൾട്ടി ടേസ്റ്റൊക്കെയുള്ള സാധനങ്ങളാണ് നമ്മളിവിടെ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. 5.1 ആസിഡ്സ് ആൻഡ് ബേസസ്. കേർഡ്, ലെമൺ ജ്യൂസ്, ഓറഞ്ച് ജ്യൂസ് ആൻഡ് വിനീഗർ ടേസ്റ്റ് സോർ. അപ്പോൾ ഈ സോർ ടേസ്റ്റ് ഉള്ള സാധനങ്ങളാണ് ഇതൊക്കെ അല്ലേ, കേർഡും ലെമൺ ജ്യൂസും ഓറഞ്ച് ജ്യൂസും വിനീഗറും ഒക്കെ. ദീസ് സബ്സ്റ്റൻസസ് ടേസ്റ്റ് സോർ ബിക്കോസ് ദി കണ്ടെയ്ൻ ആസിഡ്സ്. ഇതിനെന്തുകൊണ്ടാണ് ഒരു സോർ ടേസ്റ്റ് വരാൻ കാരണം? ഈ സബ്സ്റ്റൻസിന് കാരണം ഇതിനൊരു ആസിഡ് കണ്ടൻറ് ഉള്ളത് കൊണ്ടാണ്. ഓക്കെ, അപ്പം ആസിഡ് ഉള്ള സബ്സ്റ്റൻസിനാണ് സോർ ടേസ്റ്റ് ഉണ്ടായിരിക്കുക. ദ കെമിക്കൽ നേച്ചർ ഓഫ് സച്ച് സബ്സ്റ്റൻസസ് ഈസ് കോൾഡ് അസിഡിക്. അങ്ങനെയുള്ള സാധനങ്ങളുടെ കെമിക്കൽ നേച്ചറാണ് ഈ അസിഡിക് എന്ന് പറയുന്നത്. അപ്പോൾ സോർ ടേസ്റ്റ് ഉള്ള സബ്സ്റ്റൻസിനെ നമ്മൾ ആസിഡ്സ് എന്ന് പറയുന്നു.
ഈ സാധനങ്ങളുടെയൊക്കെ കെമിക്കൽ നേച്ചറിനെയാണ് നമ്മൾ അസിഡിക് എന്ന് പറയുന്നത്. ഇങ്ങനത്തെ സോർ ടേസ്റ്റുള്ള സാധനങ്ങളാണ് ആസിഡ്സ്. ഈ ആസിഡ്സ് ഉള്ള സബ്സ്റ്റൻസിൻ്റെ കെമിക്കൽ നേച്ചറാണ് അസിഡിക് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ആസിഡ്, എന്താണ് അസിഡിക് എന്നുള്ളതൊക്കെ എല്ലാവർക്കും മനസ്സിലായില്ലേ? അപ്പോൾ ഇതൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചോളുക. The word acid comes from the Latin word acere which means sour. അപ്പം ഈ ആസിഡ് എന്നുള്ള ഈ ഒരു ടേം യഥാർത്ഥത്തിൽ അസിറെ എന്ന് പറയുന്ന ഒരു ലാറ്റിൻ വേർഡാണ്. അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് തന്നെ സോറാണ്. ദ ആസിഡ്സ് ഇൻ ദീസ് സബ്സ്റ്റൻസസ് ആർ നാച്ചുറൽ ആസിഡ്സ്. അതായത് ഈ കേർഡ്, ലെമൺ ജ്യൂസ്, ഓറഞ്ച് ജ്യൂസ്, വിനിഗറിലൊക്കെ ഉള്ളത് നാച്ചുറൽ ആയിട്ടുള്ള ആസിഡ്സ് ആണ്. കാരണം ഈ സബ്സ്റ്റൻസസ് തന്നെ നാച്ചുറലാണ്. അപ്പോൾ ഇതിലുള്ള ആസിഡ്സും നാച്ചുറൽ ആസിഡ്സ് ആണ്. What about baking soda? Does it also taste sour? If not, what is its taste? Since it does not taste sour, it means that it has no acids in it. It is bitter in taste. അപ്പം ബേക്കിംഗ് സോഡയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് എന്താ? സോർ ടേസ്റ്റ് ആണോ അതിനുള്ളത്? അല്ല, അതിൻ്റെ ടേസ്റ്റ് ബിറ്ററാണ്, അതിനൊരു കയ്പ്പാണുള്ളത്. അപ്പോൾ ഈ സോർ ടേസ്റ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ ബേക്കിംഗ് സോഡ എന്ന് പറയുന്നത് ആസിഡ് അല്ല എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. If you rub its solution between fingers, it feels soapy. അപ്പം ഈ ബേക്കിംഗ് സോഡയുടെ ഒരു സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്തിട്ട് അത് നമ്മൾ ഫിംഗർ ടിപ്സിനിടയിൽ വെച്ചൊന്ന് റബ്ബ് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്കതൊരു സോപ്പി ഫീലിംഗ് വരും. Generally, substances like these which are bitter in taste and feel soapy on touching are known as bases. അപ്പം ബിറ്റർ ടേസ്റ്റും ഉണ്ട്, അതുപോലെ തന്നെ തൊടുമ്പം ഒരു സോപ്പി ഫീലിങ്ങും വരുന്ന സാധനങ്ങളെയാണ് നമ്മൾ ബേസസ് എന്ന് പറയുന്നത്. ദ നേച്ചർ ഓഫ് സച്ച് ബേസസ് ഈസ് സെഡ് ടു ബി ബേസിക്. അങ്ങനത്തെ ബേസസിൻ്റെ നേച്ചറാണ് ബേസിക് എന്ന് പറയുന്നത്. അപ്പം ബിറ്ററും സോപ്പി ഫീലുമുള്ള സാധനങ്ങളെയാണ് നമ്മൾ ബേസസ് എന്ന് പറയുന്നത്. ഈ ബേസസ് ആയിട്ടുള്ള ഈ സബ്സ്റ്റൻസസിൻ്റെ നേച്ചറാണ് ബേസിക് എന്ന് പറയുന്നത്. അപ്പോൾ ബേസസ് എന്താണ്, ബേസിക് എന്താണെന്ന് മനസ്സിലായല്ലോ അല്ലേ? ഇഫ് വി കനോട്ട് ടേസ്റ്റ് എവറി സബ്സ്റ്റൻസ്, ഹൗ ഡു വി ഫൈൻഡ് ഇറ്റ്സ് നേച്ചർ? നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഈ സാധനങ്ങളെല്ലാം ടേസ്റ്റ് ചെയ്യാനായിട്ട് സാധിച്ചല്ലേ, പക്ഷേ എല്ലാ സാധനങ്ങളും നമുക്ക് ടേസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. ഓക്കെ, അപ്പോൾ ആ സാധനങ്ങളുടെയൊക്കെ നേച്ചർ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? അതിപ്പോൾ അസിഡിക് ആണോ ബേസിക് ആണോ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും? നമുക്കറിയാം പുളിയുള്ള എന്തെങ്കിലും സാധനമാണെങ്കിൽ അത് അസിഡിക് ആണ്, അതുപോലെ ബിറ്റർ ടേസ്റ്റ് ആണെങ്കിൽ അത് ബേസിക്കും ആണെന്ന് നമുക്കറിയാം. പക്ഷേ നമ്മളെ കൊണ്ട് ടേസ്റ്റ് ചെയ്യാൻ സാധിക്കാത്ത സബ്സ്റ്റൻസുകൾ ഏത് നേച്ചർ ഉള്ളതാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ വേറെ എന്തെങ്കിലും വഴി നോക്കണം. ടേസ്റ്റിങ് അല്ലെങ്കിൽ ഇപ്പം ടച്ചിങ് ഒന്നും പറ്റാത്ത അവസരത്തിൽ നമുക്ക് വേറെ എന്തെങ്കിലും വഴി കണ്ടുപിടിച്ചേ പറ്റൂ. Special type of substances are used to test whether a substance is acidic or basic. These substances are known as indicators. അപ്പോൾ എന്താണ് ഇൻഡിക്കേറ്റർ? അതൊരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് സബ്സ്റ്റൻസ് ആണ്. ഒരു സാധനം അസിഡിക് ആണോ ബേസിക് ആണോ എന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുന്ന ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് സബ്സ്റ്റൻസിനെയാണ് നമ്മൾ ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, the indicators change their color when added to a solution containing an acidic or a basic substance. ഒരു അസിഡിക് അല്ലെ ബേസിക് ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസിലേക്ക് ഈ ഇൻഡിക്കേറ്റേഴ്സ് ആഡ് ചെയ്യുമ്പം അതിൻ്റെ കളറ് ചേഞ്ച് ആവും. ടെർമറിക്, ലിറ്റ്മസ്, ചൈന റോസ് പെറ്റൽസ് ആർ സം ഓഫ് ദി നാച്ചുറലി ഒക്യൂറിങ് ഇൻഡിക്കേറ്റേഴ്സ്. അപ്പോൾ നാച്ചുറലി ഒക്യൂറിങ് ഇൻഡിക്കേറ്റേഴ്സിൻ്റെ എക്സാമ്പിൾസ് ആണ് ഈ ടെർമറിക്കും ലിറ്റ്മസും ചൈന റോസ് പെറ്റൽസും. ഓക്കെ, അപ്പോൾ എന്താണ് ഇൻഡിക്കേറ്റേഴ്സ്? കുറച്ച് നാച്ചുറലി ഒക്യൂറിങ് ഇൻഡിക്കേറ്റേഴ്സിൻ്റെ പേരുകൾ നമ്മൾ ഈ ഒരു പാരഗ്രാഫിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാരഗ്രാഫ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു പാരഗ്രാഫ് എല്ലാവരും മാർക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മൾ ആസിഡ്സ് എന്താണ്, അസിഡിക് എന്താണ്, ബേസിസ് എന്താണ്, ബേസിക് എന്താണ്, അതുപോലെ തന്നെ ഇൻഡിക്കേറ്റേഴ്സ് എന്താണെന്നുള്ള കാര്യമാണ് പഠിച്ചത്. ഡു യു നോ നെയിം ഓഫ് ആസിഡ് ഫൗണ്ട് ഇൻ? അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻ തന്നെയാണ്. ഇതൊക്കെ കുറച്ച് ആസിഡിൻ്റെ പേരാണ്. അതൊക്കെ ഏത് ഫുഡ് സബ്സ്റ്റൻസിലാണ് കാണുന്നത് എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതും ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം വിനിഗറിൽ ഏത് ആസിഡാണുള്ളത് അല്ലെങ്കിൽ ആൻസ് സ്റ്റിങ്ങിൽ ഏത് ആസിഡാണെന്നുള്ളതൊക്കെ MCQ ആയിട്ട് അല്ലെ വൺ വേർഡ് ആയിട്ടൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അപ്പം മാത്രമല്ല ഇതൊക്കെ പഠിച്ചിരിക്കുന്നത് നല്ലതാണല്ലേ, നമ്മുടെ ഭാവിയിലേക്ക് നമുക്ക് ഉപകാരപ്പെടുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പം ഓരോ ആസിഡ് ഏതാണ്, അത് ഏത് ഫുഡ് ഐറ്റത്തിലാണ് അല്ലെങ്കിൽ എന്തിലാണ് കാണുന്നതെന്നുള്ളത് ഓക്കെ അത് നമ്മൾ പഠിച്ചിരിക്കുക. നമ്മുടെ ഫസ്റ്റ് ആസിഡാണ് അസറ്റിക് ആസിഡ്. അത് വിനിഗറിലാണ് കാണുന്നത്. ഫോമിക് ആസിഡ് ആൻസ് സ്റ്റിങ്. ഓക്കെ, ഉറുമ്പ് കടിക്കുമ്പം ഒക്കെ നമ്മുടെ കാലിലൊരു ചെറിയൊരു വേദനയൊക്കെ പോലെ നമുക്ക് തോന്നും അല്ലേ? അതെന്തുകൊണ്ടാണ്? ഈ ഫോമിക് ആസിഡ് അവിടത്തേക്ക് ഇഞ്ചെക്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ്.
സിട്രിക് ആസിഡ്, സിട്രസ് ഫ്രൂട്ട്സ് സച്ച് ആസ് ഓറഞ്ചസ്, ലെമൺസ് എക്സെട്ര. ഇത് പഠിക്കാൻ എളുപ്പമാണ് അല്ലേ? ഈ സിട്രിക് ആസിഡ് സിട്രസ് ഫ്രൂട്ട്സിലാണ് കാണുന്നത്. സിട്രസ് ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് എന്താണ്? ഈ ഓറഞ്ചും ലെമണും ഒക്കെയാണ്. ഓക്കെ. ലാക്റ്റിക് ആസിഡ് കേർഡ്, ഓക്സാലിക് ആസിഡ് സ്പിനാച്ച്, അസ്കോബിക് ആസിഡ് അംല, സിട്രസ് ഫ്രൂട്ട്സ്. സിട്രസ് ഫ്രൂട്ട്സിൽ ഈ അസ്കോബിക് ആസിഡും ഉണ്ട്, അതുപോലെ തന്നെ സിട്രിക് ആസിഡും ഉണ്ട് അല്ലേ? ടർട്ടാറിക് ആസിഡ് ടർമറിൻ്റെ, ഗ്രേപ്സ്, അൺറൈപ്പ് മാംഗോസ് എക്സെട്ര. ഓക്കെ. അപ്പോൾ ഇതാണ് ഓരോ ആസിഡ്സും അത് കാണുന്ന ഓരോ ഫുഡ് സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ഓരോരോ സബ്സ്റ്റൻസുകൾ. ഓൾ ദ ആസിഡ്സ് മെൻഷൻഡ് അബോവ് ഒക്യൂർ ഇൻ നേച്ചർ. ഇതൊക്കെ സാധാരണയായി നാച്ചുറലി ഒക്യൂർ ചെയ്യുന്ന ആസിഡ്സ് ആണ് ഇതൊക്കെ അല്ലേ? കാരണം നാച്ചുറലി കിട്ടുന്ന സാധനങ്ങളാണ് ഇവിടെ നമ്മൾ ഈ ഫൗണ്ടനിൽ കൊടുത്തിരിക്കുന്നത്. അപ്പം ഈ ആസിഡ്സ് അതിലാണ് കാണുന്നതെങ്കിൽ അതൊക്കെ നാച്ചുറലി ഒക്യൂറിങ് ആയിട്ടുള്ള ആസിഡ്സും ആണ്. ഇനി നമുക്കിതുപോലെ തന്നെ ഓരോ ബേസും അതെന്തിലാണ് കാണുന്നതെന്നുള്ളത് നോക്കാം. ഓക്കെ. കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ലൈം വാട്ടർ, അമോണിയം ഹൈഡ്രോക്സൈഡ് വിൻഡോ ക്ലീനർ, സോഡിയം ഹൈഡ്രോക്സൈഡ് അല്ലെങ്കിൽ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് സോപ്പ്, മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് മിൽക്ക് ഓഫ് മഗ്നീഷ്യ. ഓക്കെ. അപ്പം ഈ ബേസിൻ്റെ പേരും അതുപോലെ അത് എന്തിലാണ് കാണുന്നതെന്നുള്ളത് നിങ്ങൾ ഓർത്ത് വെച്ചേക്കണം. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻറ്റ് പോർഷൻ ആണല്ലേ? ആസിഡും അതെവിടെയാണ് കാണുന്നത്, ബേസും അതെവിടെയാണ് കാണുന്നത്. അപ്പോൾ ഇത് ഇത്രയും ഒന്ന് ഓർത്ത് വെക്കുക. നാച്ചുറൽ ഇൻഡിക്കേറ്റേഴ്സ് അറൗണ്ട് അസ്. അപ്പോൾ നമുക്കിനി നാച്ചുറൽ ഇൻഡിക്കേറ്റേഴ്സിനെ കുറിച്ചൊന്ന് പഠിക്കാം. അപ്പോൾ ഫസ്റ്റ് വണ്ണാണ് ലിറ്റ്മസ്, എ നാച്ചുറൽ ഡൈ. ദ മോസ്റ്റ് കോമൺലി യൂസ്ഡ് നാച്ചുറൽ ഇൻഡിക്കേറ്റർ ഈസ് ലിറ്റ്മസ്. നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്ന ഒരു നാച്ചുറൽ ഇൻഡിക്കേറ്ററാണ് ഈ ലിറ്റ്മസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എക്സ്ട്രാക്റ്റഡ് ഫ്രം ലിച്ചൻസ്. ലിച്ചൻസ് എന്ന് പറയുന്ന ഒരു പ്ലാന്റിൽ നിന്നും എക്സ്ട്രാക്റ്റ് ചെയ്തെടുക്കുന്നതാണ് ഈ ലിറ്റ്മസ് എന്ന് പറയുന്നത്. ആ പ്ലാന്റിൻ്റെ പിക്ചർ ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. ഇറ്റ് ഹാസ് എ മാവ് കളർ ഇൻ ഡിസ്റ്റിൽഡ് വാട്ടർ. അതിനൊരു പേർപ്പിൾ കളറാണ്. ഡിസ്റ്റിൽഡ് വാട്ടറിൽ അതിനൊരു പേർപ്പിൾ കളറാണുള്ളത്. When added to an acidic solution it turns red and when added to a basic solution it turns blue. അപ്പം ഒരു അസിഡിക് സൊല്യൂഷനിലേക്ക് ഈ ലിറ്റ്മസ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ലിറ്റ്മസ് സൊല്യൂഷൻ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് എന്തായിട്ട് മാറും? റെഡ് കളറായിട്ട് മാറും. അതുപോലെ തന്നെ ഒരു ബേസിക് സൊല്യൂഷനിലേക്ക് അത് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ബ്ലൂ കളറായിട്ട് മാറും. It is available in the form of a solution or in the form of strips of paper known as litmus paper. ഈ ലിറ്റ്മസ് സൊല്യൂഷനായിട്ട്, അതായത് ലിറ്റ്മസ് സൊല്യൂഷൻ എന്നുള്ള പേരിൽ നമുക്ക് ലഭിക്കും. അതുപോലെ തന്നെ പേപ്പർ സ്ട്രിപ്സ് ആയിട്ട്, ചെറിയ ചെറിയ ഓരോ പേപ്പർ കഷ്ണമായിട്ട് നമുക്കത് ലഭിക്കും. അതിൻ്റെ പേരാണ് ലിറ്റ്മസ് പേപ്പർ. ഈ ബ്ലൂ കളറിലും അതുപോലെ തന്നെ റെഡ് കളറിലുള്ള ലിറ്റ്മസ് പേപ്പർ, അതിൻ്റെ ഡയഗ്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ നേരിട്ട് കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, പക്ഷേ ഈ താഴെ കാണിച്ചിരിക്കുന്ന ഡയഗ്രം ഇല്ലേ, അതുപോലെ തന്നെയാണ് അതുള്ളത്. ജനറലി ഇറ്റ് ഈസ് അവൈലബിൾ ആസ് റെഡ് ആൻഡ് ബ്ലൂ ലിറ്റ്മസ് പേപ്പർ. ഓക്കെ. അത് റെഡ് കളറിലും അതുപോലെ തന്നെ ബ്ലൂ കളറിലും ആണുള്ളത്. അതുപോലെ തന്നെ അതിൻ്റെ പേരും ഇങ്ങനെ തന്നെയാണ് കേട്ടോ. റെഡ് ലിറ്റ്മസ് പേപ്പറിനും ബ്ലൂ ലിറ്റ്മസ് പേപ്പറിനും തന്നെയാണ് ഇതിൻ്റെ പേരുകൾ. അപ്പോൾ ലിറ്റ്മസ് എന്ന് പറയുന്നത് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു നാച്ചുറൽ ഇൻഡിക്കേറ്ററാണ്. ലിച്ചൻ എന്ന് പറയുന്ന ഒരു പ്ലാന്റിൽ നിന്നാണ് ഇത് എക്സ്ട്രാക്റ്റ് ചെയ്തെടുക്കുന്നത്. ഡിസ്റ്റിൽഡ് വാട്ടറിൽ അതിനൊരു പർപ്പിൾ കളറാണ്. അസിഡിക് സൊല്യൂഷനിലേക്ക് ആഡ് ചെയ്ത് ഇത് റെഡ് കളറായി മാറും. ബേസിക് സൊല്യൂഷനിലേക്ക് ആഡ് ചെയ്ത് ഇത് ബ്ലൂ കളറായിട്ട് മാറും. ഇത് സൊല്യൂഷൻ ഫോമിലും അതുപോലെ തന്നെ സ്ട്രിപ്സ് ആയിട്ട്, പേപ്പർ സ്ട്രിപ്സ് ആയിട്ടും അവൈലബിൾ ആണ്. പേപ്പർ സ്ട്രിപ്സ് പറയുകയാണെങ്കിൽ റെഡ് ലിറ്റ്മസ് പേപ്പറും ഉണ്ട്, ബ്ലൂ ലിറ്റ്മസ് പേപ്പറും ഉണ്ട്. ഓക്കെ. ഇന്നത്തെ ക്ലാസ് ഇവിടെ തീരുകയാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. എക്സസൈസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സിനും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആൻസേഴ്സിനുമായിട്ട് എക്സാം ടോപ്പേഴ്സ് എന്ന് പറയുന്ന ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് സയൻസിൻ്റെയും സോഷ്യൽ സയൻസിൻ്റെയും മാത്സിൻ്റെയും ഒക്കെ ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. അപ്പോൾ എല്ലാവരും ആ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസൊക്കെ കാണുക. നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ള എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസാണ് അവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ആ വീഡിയോസ് കാണുക.